എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സൂര്യാസ്തമനമാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കടല ഞാൻ വെള്ളത്തിലേക്ക് കുതിർക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴേക്ക് ഞാൻ നോക്കുമ്പോൾ കടലേക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സവാള വേണം. സവാള ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കും. അപ്പോൾ ചില സമയം ഞാൻ ചോപ്പർ ഉപയോഗിക്കും. അപ്പോൾ എൻ്റെ മൂഡ് അനുസരിച്ചാണ് ഞാൻ ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ മിക്കവാറും മടിയന്മാരാകാറുണ്ടല്ലേ, ഏതൊരു കാര്യം പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ആവട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് ഇനിയും എത്രയോ നാളുകൾ, അതായത് ജീവിതം ഇനിയും ബാക്കിയുണ്ട് എന്ന തോന്നലാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇത് ആദ്യമേ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റുമാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ സവാള ഇട്ടിട്ട് വഴറ്റി കൊടുക്കും. നല്ല ഒരു ഗോൾഡൻ കളർ വരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാനിവിടെ 2 ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാലയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാനിതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കെറ്റിൽ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം, അതായത് ഈ കടല നികക്കെയുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് കുക്കർ മൂടി അടച്ച് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് വേകുന്ന ടൈം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, 2-3 പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ഇടണേ, അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മളുടെ മടിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് മാറ്റി വയ്ക്കാൻ സമയമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുക. നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നമ്മൾ ഇത്ര കാലം വരെ ജീവിച്ചിരിക്കുമെന്ന്? നമുക്ക് ഏതൊരു കാര്യത്തിലും നമ്മൾ വിജയിക്കണമെങ്കിൽ ഒന്നും പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്, പ്രയത്നിക്കുക. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾക്ക് സന്തോഷം തരാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. കാരണം നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? സന്തോഷമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്, അല്ലേ? അപ്പം നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ പോകുന്ന വഴികളും എളുപ്പമാക്കണം. അപ്പം ഞാൻ ഈ കടലക്കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അതായത് കൽപ്പാസി എന്നാണ് ഇതിന് പറയുന്നത്. ഒരു എന്താ പറയാൻ, ഒരു ഇല പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു 2 പീസ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്തിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിന്മാറരുത്. സന്തോഷമായിട്ട് നമ്മളുടെ വഴികളിലൂടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നോക്കണം. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ നമ്മളായി ജീവിക്കുക. ഒരിക്കലും നമുക്ക് മറ്റൊരാളാകാൻ സാധിക്കുകയില്ല, അല്ലേ? എല്ലാവരെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും നല്ല ക്വാളിറ്റിയും ചീത്ത ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് നമ്മൾ നല്ലതാകാൻ ശ്രമിക്കുക, നല്ലതായിക്കൊണ്ട് മുന്നേറുക. ഞാനായിരിക്കുമ്പോഴാണ് നമ്മളുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ എളുപ്പത്തിലുള്ള ഒരു നീർദോശ ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് വറുത്ത അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, എൻ്റെ കയ്യിൽ വളരെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ തേങ്ങ ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇടുകയാണ്. എല്ലാം കൂട്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വരും.
പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച്, അതായത് നന്നായിട്ട് അടിച്ച് വരാനാണ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടാണ് പിന്നീട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് ഒരു നല്ല ലൂസ് ബാറ്ററാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു നീർദോശയാണിത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്, ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രഷർ പോയ ശേഷം തുറന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കടല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കടലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കത്തില്ലേ, പ്രത്യേകിച്ച് ഈ തമിഴ് റെസ്റ്റോറൻറ്റ്, അതായത് ആര്യഭവൻ, ആര്യനിവാസ്, അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ചന മസാലക്കറിയുടെ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിൽ ഒന്ന് താളിച്ചിടണം കേട്ടോ. താളിക്കാൻ ഞാൻ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടാണ് താളിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ സമയം തന്നെയാണ് പാനിലേക്ക് നമ്മളുടെ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ താളിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മളുടെ ജീവിതം മാറ്റുന്നത് നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നല്ലത് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ജീവിതമാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനമാണ്. അപ്പം ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ചുറ്റുപാടുകൾ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുന്നു, നമുക്കത് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് അവിടെ എത്തുന്നതിന് മുൻപ് നമ്മളെ പിന്മാറ്റാൻ അല്ലെങ്കിൽ പരിഹസിക്കാൻ, കളിയാക്കാൻ ഒരുപാട് പേര് നമുക്ക് ചുറ്റും ചിലപ്പോൾ വരും. അതിലൊന്നും നമ്മൾ തോറ്റു കൊടുക്കരുത്. അതൊക്കെ പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് പരാജയങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവും. അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നോക്കുക. ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ മടിയൊക്കെ മാറ്റി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ കടലക്കറിയും നീർദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ഇട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.